ബ്രാൻഡിങ് എന്നത് 4 രീതിയിലുണ്ട്. ഒന്ന് നമ്മുടെ പ്രൊഡക്റ്റ് ബ്രാൻഡ് ചെയ്യാം, നമ്മളെ സർവീസ് ബ്രാൻഡ് ചെയ്യാം, ബിസിനസ് ബ്രാൻഡ് ചെയ്യാം. അതിലെല്ലാം ഉപരി നമ്മുടെ പേഴ്സണൽ ബ്രാൻഡിങ്. ഇന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു സംഭവമാണ് പേഴ്സണൽ ബ്രാൻഡിങ് എന്ന് പറയുന്നത്. ഒരാൾ പേഴ്സണലി ബ്രാൻഡ് ആയി കഴിഞ്ഞാൽ ആ വ്യക്തി എന്ത് പ്രൊഡക്റ്റോ സർവീസോ സെല് ചെയ്താലും ആളുകളുടെ ഇടയിൽ പെട്ടെന്ന് ബ്രാൻഡ് ആക്കാനും അവയർനെസ് കിട്ടാനും മാർക്കറ്റ് ചെയ്യാനും എളുപ്പമായിരിക്കും. ഇപ്പോൾ യൂസുഫ് അലി സാറ് നല്ല രീതിയിൽ ബ്രാൻഡാണ്. അപ്പോൾ അവരെന്ത് പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്താലും അവരെന്ത് പുതിയ ഇന്നോവേഷൻസ് കൊണ്ടുവന്നാലും പുതിയ ബിസിനസ് കൊണ്ടുവന്നാലും അത് അവർ കൊണ്ടുവന്നതോട് കൂടെ തന്നെ അത് ബ്രാൻഡായി മാറും. നമുക്കറിയുന്ന പല പ്രൊഡക്റ്റുകൾ ഫേമസ് പ്രൊഡക്റ്റ് എടുത്ത് നോക്കിയാൽ ആ പ്രൊഡക്റ്റിന്റെ കമ്പനി ഏതെന്നോ അതിന്റെ ഓണർ ആരെന്നോ ചിലപ്പോൾ നമുക്ക് അറിഞ്ഞോളണമെന്നില്ല. പ്രൊഡക്റ്റ് ബ്രാൻഡ് ചെയ്യാൻ പറ്റും, സർവീസ് ബ്രാൻഡ് ചെയ്യാൻ പറ്റും, അതുപോലെ നമ്മുടെ ബിസിനസ് സ്ഥാപനം ബ്രാൻഡ് ചെയ്യാൻ പറ്റും. നമുക്കറിയാം എത്രയോ സ്ഥാപനങ്ങളുണ്ട് ബിസിനസ് ബ്രാൻഡായ ബിസിനസ്, അതിന്റെ ഓണേഴ്സിനെ ചിലപ്പോൾ നമുക്ക് അറിയുണ്ടാവില്ല. എന്നാൽ ഒരു സെൽഫ് ബ്രാൻഡ് വന്നു കഴിഞ്ഞാൽ, ഒരു വ്യക്തി ബ്രാൻഡായി കഴിഞ്ഞാൽ അവരെ എല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് ബ്രാൻഡ് ആവും എന്നുള്ളതാണ് ഇതിന്റെ ഇമ്പോർട്ടൻറ്റ്.